ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കേരള PSC നടത്തിയ ആയുർവേദ തെറാപ്പിസ്റ്റ് പരീക്ഷയുടെ മുൻവർഷത്തെ ചോദ്യപേപ്പറുകളും ഉത്തരങ്ങളുമാണ് വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 36/2018. തസ്തിക ആയുർവേദ തെറാപ്പിസ്റ്റ്, ഡിപ്പാർട്ട്മെന്റ് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ, ഗവൺമെന്റ് ആയുർവേദ കോളേജ്. മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ മലയാളം. ഡേറ്റ് ഓഫ് ടെസ്റ്റ് 1/3/2018. മാക്സിമം മാർക്ക് 100 മാർക്ക്. ടൈം 1 hour 15 minutes. ആദ്യത്തെ ചോദ്യം. 1891 നാട്ടുകാർ സംഘം ചേർന്ന് 10,037 പേർ ഒപ്പിട്ട നിവേദനം തിരുവിതാംകൂർ രാജാവായ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചു. ഇത് ഏതു പേരിൽ അറിയപ്പെടുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മലയാളി മെമ്മോറിയൽ. കേരളത്തിൽ വനങ്ങൾ ഇല്ലാത്ത ഏക ജില്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ആലപ്പുഴ. മൂന്നാമത്തെ ചോദ്യം. ജാതി 1, മതം 1, കുലം 1, ലോകം 1 എന്ന് പ്രഖ്യാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, വൈകുണ്ഠസ്വാമികൾ. നാലാമത്തെ ചോദ്യം. എന്റെ ജീവിത സ്മരണകൾ ആരുടെ ആത്മകഥയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, മന്നത്ത് പത്മനാഭൻ. അഞ്ചാമത്തെ ചോദ്യം. കുടകിലെ തലക്കാവേരിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കാവേരി. ആറാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റമായ ഇന്ദിരാ പോയിന്റ് ഏത് കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഭാഗമാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ആൻഡമാൻ നിക്കോബാർ. ഏഴാമത്തെ ചോദ്യം. സ്വരാജ് നമ്മുടെ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കൽക്കത്ത. എട്ടാമത്തെ ചോദ്യം. ഏത് നദിയിലാണ് നാഗാർജുന സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കൃഷ്ണ. ഒമ്പതാമത്തെ ചോദ്യം. ഹിമാലയൻ താഴ്വരയുടെ സംരക്ഷണത്തിനു വേണ്ടി രൂപം കൊണ്ട ഏത് പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ നേതാവാണ് ബഹുഗുണ? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ചിപ്കോ. പത്താമത്തെ ചോദ്യം. 2007-2012 എത്രാം പഞ്ചവത്സര പദ്ധതിയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 11ാം പഞ്ചവത്സര പദ്ധതി. 11ാമത്തെ ചോദ്യം. വേൾഡ് ഫുഡ് പ്രൈസ് ലഭിച്ച ആദ്യ ഇന്ത്യൻ ആര്? ശരിയായ ഉത്തരം ഡോക്ടർ MS സ്വാമിനാഥൻ. 12ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ഏത് സംസ്ഥാനത്തെ വിളവെടുപ്പ് ഉത്സവമാണ് വൈശാഖി? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പഞ്ചാബ്. 13ാമത്തെ ചോദ്യം. 2005 മെയ് 5-ന് ഭൂപട പഠനത്തിനായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കാർട്ടോസാറ്റ് 1. 14ാമത്തെ ചോദ്യം. ഭരണഘടനയുടെ എത്രാം പട്ടികയിലാണ് അംഗീകരിച്ച ഭാഷകളെ കുറിച്ച് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, 8ാം പട്ടിക. 15ാമത്തെ ചോദ്യം. ഗ്രാമീണ ശുദ്ധജല ലഭ്യത ലക്ഷ്യമിട്ട് 2002 ആരംഭിച്ച പദ്ധതി. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സ്വജൽ ധാര. 16ാമത്തെ ചോദ്യം. അന്താരാഷ്ട്ര വനവർഷം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 2011. 17ാമത്തെ ചോദ്യം. പ്രാചീന കാലത്ത് രത്നാകർ എന്ന് അറിയപ്പെട്ടിരുന്ന സമുദ്രം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഇന്ത്യൻ മഹാസമുദ്രം. 18ാമത്തെ ചോദ്യം. കേരളത്തിലെ കോർപ്പറേഷനുകളുടെ എണ്ണം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 6. 19ാമത്തെ ചോദ്യം. 2005 പാസാക്കിയ ഏത് സുപ്രധാന നിയമത്തിന്റെ 10ാം വാർഷികമാണ് 2015 ആചരിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, വിവരാവകാശ നിയമം. 20ാമത്തെ ചോദ്യം ഡിലീറ്റ് ചെയ്തു. 21ാമത്തെ ചോദ്യം. അമ്ലരസത്തിന്റെ വിഭാഗം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, അമ്ല വിഭാഗം. 22ാമത്തെ ചോദ്യം. കാലാവസ്ഥയിൽ സ്നേഹവസ്തുക്കളുടെ എണ്ണം എത്ര? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 10. 23ാമത്തെ ചോദ്യം. ജലം ഏത് ഗുണാധിക്യത്തോടു കൂടിയതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ശബ്ദ സ്പർശ രൂപരസ ഗുണം. 24ാമത്തെ ചോദ്യം.
സ്നേഹവസ്തിയിൽ വസ്തിദ്രവ്യം പുറത്തേക്ക് പോരേണ്ടതിനുള്ള പരമാവധി സമയദൈർഘ്യം എത്ര? ശരിയായ ഉത്തരം ഓപ്ഷൻ സി 3 യാമം. 25-ാമത്തെ ചോദ്യം, മജ്ജയുടെ പ്രമാണം എത്രയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 1 അഞ്ജലി. 26-ാമത്തെ ചോദ്യം, ഉരോമർമ്മങ്ങൾ എത്ര? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 9. 27-ാമത്തെ ചോദ്യം, സ്നേഹദ്രവ്യങ്ങളിൽ ശ്രേഷ്ഠം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഘൃതം. 28-ാമത്തെ ചോദ്യം, ധന്വന്തരി മതമനുസരിച്ച് മനുഷ്യ ശരീരത്തിൽ എത്ര അസ്ഥികൾ ഉണ്ട്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ 300. 29-ാമത്തെ ചോദ്യം, കഷായവസ്തിക്ക് അർഹമായ രോഗാവസ്ഥ ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഗുൽമം. 30-ാമത്തെ ചോദ്യം, ബൃഹദീമർമ്മം ഏതിൽ ഉൾപ്പെടുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി സ്ഥിരാമർമ്മം. 31-ാമത്തെ ചോദ്യം, ഏത് നസ്യമാണ് ആജന്മ മരണം വരെ ഹിതമായത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി പ്രതിമർശ നസ്യം. 32-ാമത്തെ ചോദ്യം, ആഹാരം കഴിക്കുന്നതിന് മുൻപിലും പിൻപിലുമായുള്ള ഔഷധ പ്രയോഗമാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി സാമുൽഘം. 33-ാമത്തെ ചോദ്യം, ഏറ്റവും ഗുരുവായ സ്നേഹദ്രവ്യം ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ മജ്ജ. 34-ാമത്തെ ചോദ്യം, സ്ത്രീകൾക്കുള്ള ഉത്തരവസ്തിക്ക് ഉപയോഗിക്കുന്ന വസ്തി നേത്രത്തിന്റെ നീളം എത്ര? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 10 അങ്കുലം. 35-ാമത്തെ ചോദ്യം, ഏതു രസം അധികമായി ഉപയോഗിച്ചാലാണ് തിമിരം ഉണ്ടാകുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ അമ്ലരസം. 36-ാമത്തെ ചോദ്യം, സ്വേദം ഏതിന്റെ മലമാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി മേധസ്. 37-ാമത്തെ ചോദ്യം, സ്ത്രീകളിൽ ബാഹ്യ സ്രോതസ്സുകൾ എത്ര? ശരിയായ ഉത്തരം ഓപ്ഷൻ സി 12. 38-ാമത്തെ ചോദ്യം, ഔഷധദ്രവ്യങ്ങൾ ചതച്ച് രാത്രി മുഴുവൻ വെള്ളത്തിലിട്ടിരുന്ന് പിഴിഞ്ഞെടുക്കുന്നതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ശീത കഷായം. 39-ാമത്തെ ചോദ്യം, കടുക്ക, നെല്ലിക്ക, താനിക്ക ഇവ ഏത് നാമത്തിൽ അറിയപ്പെടുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ത്രിഫല. ശമനനസ്യം വിധിച്ചിരിക്കുന്ന രോഗാവസ്ഥ ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി കേശദോഷം. 41-ാമത്തെ ചോദ്യം, ആധുനിക ശാസ്ത്രപ്രകാരം മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര? ശരിയായ ഉത്തരം ഓപ്ഷൻ എ 206. 42, പതിവായി നസ്യം ചെയ്താൽ ലഭിക്കുന്ന ഗുണം? ശരിയായ ഉത്തരം ഓപ്ഷൻ സി അബലിതം. 43-ാമത്തെ ചോദ്യം, അഷ്ടാംഗ ഹൃദയാനുസാരേണ കോഷ്ടാംഗമല്ലാത്ത അവയവം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഗർഭാശയം. 44-ാമത്തെ ചോദ്യം, വിരേചനത്തിന് ഉപയോഗിക്കുന്ന ശ്രേഷ്ഠ ഔഷധം ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ത്രികോൽപകമ. 45-ാമത്തെ ചോദ്യം, ധമനീധർമ്മം എത്ര? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 9. 46-ാമത്തെ ചോദ്യം, വിരേചന നസ്യം ഹീതകരമായ രോഗാവസ്ഥ ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ അപസ്മാരം. 47-ാമത്തെ ചോദ്യം, രസധാതുവിന്റെ മലം ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി കഫം. 48-ാമത്തെ ചോദ്യം, ഉദാനവായുവിന്റെ സ്ഥാനം? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഉരസ്. 49-ാമത്തെ ചോദ്യം, ആദമാനം താഴെ പറയുന്നവയിൽ ഏതിന്റെ ലക്ഷണമാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ വമന വ്യാപത്ത്. 50-ാമത്തെ ചോദ്യം, ഹൃദയത്തിൽ ഇരിക്കുന്ന പിത്തം ഏതാണ്? ഓപ്ഷൻ സി സാധകം. 51-ാമത്തെ ചോദ്യം, ജാങ്കലദേശം ഏത് ദോഷാധിക്യത്തോടു കൂടിയതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ വാതാധിക്യം. 52-ാമത്തെ ചോദ്യം, വമനത്തിന്റെ പ്രധാന ശുദ്ധിയിൽ പേയാതിക്രമം അനുഷ്ഠിക്കേണ്ടത് എപ്രകാരം? 3 അന്നകാലം. 53-ാമത്തെ ചോദ്യം, മൃദുകോഷ്ടം കാണപ്പെടുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി പിത്തപ്രകൃതി. 54-ാമത്തെ ചോദ്യം, ധാരണം ഏതു ധാതുവിന്റെ ശ്രേഷ്ഠമായ കർമ്മമാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ അസ്ഥിധാതു. 55-ാമത്തെ ചോദ്യം, വാതാധിക്യത്തിൽ ജഠരാഗ്നിയുടെ അവസ്ഥ ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി വിഷമം. 56-ാമത്തെ ചോദ്യം, ത്രിമർമ്മങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആചാര്യൻ? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ചരകൻ. 57-ാമത്തെ ചോദ്യം,
സമ്യക് വമനം ചെയ്തവന് എത്ര ദിവസത്തിനു ശേഷമാണ് വിരേചനം ചെയ്യേണ്ടത്? ശരിയായ ഉത്തരം 15 ദിവസത്തിനു ശേഷം. 58-ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ പഞ്ചകർമ്മത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി സ്നേഹനം. 59-ാമത്തെ ചോദ്യം. ലവണരസത്തിന്റെ ബുധഘടനാധിക്യം ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ജലം, അഗ്നി. 60-ാമത്തെ ചോദ്യം. ധന്വന്തരിയുടെ അഭിപ്രായത്തിൽ ഗ്രഹണി എന്നത് ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി പിത്തധര കല. 61-ാമത്തെ ചോദ്യം. ഏത് ആചാര്യനാണ് ധമനി മർമ്മത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി വാഗ്ഭടൻ. 62-ാമത്തെ ചോദ്യം. ഉദാനവായുവിന്റെ കർമ്മം ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി വാക്പ്രവൃത്തി. 63-ാമത്തെ ചോദ്യം. ധാന്യാമ്ലം കൊണ്ടുള്ള ഗണ്ഡൂഷത്തിന്റെ ഗുണം? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ദൗർഗന്ധ്യ നാശനം. 64-ാമത്തെ ചോദ്യം. വിഷലഗ്ന മർമ്മങ്ങൾ എത്ര? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 3 എണ്ണം. 65-ാമത്തെ ചോദ്യം. ഗുർവാദി ഗുണങ്ങൾ എത്ര? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 20. 66-ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ കബളാനർഹൻ ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 4 വയസ്സ് കഴിഞ്ഞവർ. 67-ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഹൃദയമർമ്മം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി സദ്യപ്രാണഹരമർമ്മം. 68-ാമത്തെ ചോദ്യം. രജസും തമസും താഴെ പറയുന്നവയിൽ ഏതിൽ ഉൾപ്പെടുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ മനോദോഷങ്ങൾ. 69-ാമത്തെ ചോദ്യം. രക്തത്തിന് ചുവപ്പു നിറം നൽകുന്ന പിത്തം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ രഞ്ജകം. 70-ാമത്തെ ചോദ്യം. വാഗ്ഭടന്റെ അഭിപ്രായത്തിൽ ഗർഭസ്ഥ ശിശുവിന് ചേതന വ്യക്തമാകുന്ന മാസം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി 5-ാമത്തെ മാസം. 71-ാമത്തെ ചോദ്യം. ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഊർവസ്ഥി. 72-ാമത്തെ ചോദ്യം. സദ്യോ പ്രാണഹര മർമാഭിഘാതത്തിൽ മരണം സംഭവിക്കാവുന്ന പരമാവധി കാലദൈർഘ്യം? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 7 ദിവസം. 73-ാമത്തെ ചോദ്യം. കർമ്മവസ്തിയിൽ വസ്തികളുടെ എണ്ണം എത്ര? ശരിയായ ഉത്തരം ഓപ്ഷൻ സി 30. 74-ാമത്തെ ചോദ്യം. ശരീരത്തിലെ ചലനങ്ങളെ നിയന്ത്രിക്കുന്ന വായു ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി വ്യാനൻ. 75-ാമത്തെ ചോദ്യം. അതിനിദ്ര ഏത് വർദ്ധിച്ചാലുള്ള ലക്ഷണമാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി കഫം. 76-ാമത്തെ ചോദ്യം. വാദത്തിന്റെ പ്രധാന സ്ഥാനം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി പക്വാശയം. 77. അഭൃംഗം കൊണ്ടുള്ള ഗുണം എന്ത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി വാദശമനം. 78. പേയാദി എത്ര വിധം? ശരിയായ ഉത്തരം ഓപ്ഷൻ സി 4. 79-ാമത്തെ ചോദ്യം. അഷ്ടാംഗ ഹൃദയാനുസാരേണ സ്നായുക്കൾ എത്ര? ശരിയായ ഉത്തരം ഓപ്ഷൻ സി 300. 80-ാമത്തെ ചോദ്യം. എത്ര വിധ സ്നേഹങ്ങൾ ചേരുന്നതാണ് യമകം? ശരിയായ ഉത്തരം ഓപ്ഷൻ സി 2. 81-ാമത്തെ ചോദ്യം. സ്നേഹവിധിയിൽ ഉത്തമമാത്ര എത്ര യാമങ്ങൾ കൊണ്ട് ദഹിക്കുന്നതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 8 യാമം. 82-ാമത്തെ ചോദ്യം. സമൃഗ് സ്നിഗ്ധ ലക്ഷണം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ അഗ്നിദീപനം. 83-ാമത്തെ ചോദ്യം. സദ്യസ്നേഹം പ്രയോഗിക്കേണ്ടത് ആർക്കാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി വൃദ്ധന്മാർ. 84-ാമത്തെ ചോദ്യം. ഉദ്യർത്തനത്തിന്റെ ഗുണം എന്ത്? ശരിയായ ഉത്തരം ബി ത്വക്പ്രസാദകരം. 85-ാമത്തെ ചോദ്യം. സ്നാനം കൊണ്ടുള്ള ഗുണം ഏത്? ഓപ്ഷൻ എ ശരിയായ ഉത്തരം ജഠരാഗ്നി ദീപനം. 86-ാമത്തെ ചോദ്യം. അഞ്ജനം എത്ര വിധം? ശരിയായ ഉത്തരം ഓപ്ഷൻ സി 3. രോപണാഞ്ജനം ഏത് രസപ്രധാനമാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി തിക്തം. 88-ാമത്തെ ചോദ്യം. സ്വസ്തനിൽ തർപ്പണം ധരിക്കേണ്ട മാത്ര എന്ത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 500 മാത്ര. 89-ാമത്തെ ചോദ്യം. അനഗ്നി സ്വേദം എത്ര വിധം? ശരിയായ ഉത്തരം ഓപ്ഷൻ സി 10.
90-ാമത്തെ ചോദ്യം. ഒരു പ്രത്യേക സ്ഥലത്ത് രക്തം ദുഷിച്ചിരിക്കുന്ന അവസ്ഥയിൽ പ്രയോഗിക്കേണ്ട രക്തമോക്ഷവിധി ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ പ്രച്ഛാനം. 91-ാമത്തെ ചോദ്യം. രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി സ്ഫിഗ്മോമാനോമീറ്റർ. 92-ാമത്തെ ചോദ്യം. 70 വയസ്സ് കഴിഞ്ഞവർക്കുള്ള കഷായ വസ്തുയുടെ അളവ് എത്ര? ഓപ്ഷൻ സി. ശരിയായ ഉത്തരം 10 പ്രസൃതം. 93-ാമത്തെ ചോദ്യം. വൈകുന്നേരം നസ്യം പ്രയോഗിക്കേണ്ടത് ഏത് അവസ്ഥയിൽ? ശരിയായ ഉത്തരം ഓപ്ഷൻ എ വാതവികാരത്തിൽ. 94-ാമത്തെ ചോദ്യം. അഷ്ടാംഗ ഹൃദയകാരന്റെ അഭിപ്രായത്തിൽ മൂർധതൈലം എത്ര വിധം? ശരിയായ ഉത്തരം ഓപ്ഷൻ സി 4. 95-ാമത്തെ ചോദ്യം. ശിരോവസ്തി പരമാവധി എത്ര ദിവസം ചെയ്യാം? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 7. താഴെ പറയുന്നവയിൽ മനസ്സ് ഏത് വിഭാഗത്തിൽ പെടുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഉഭയേന്ദ്രിയം. 97. നാക്കിന്റെ ഗ്രഹണശക്തിയെ നശിപ്പിക്കുന്ന രസം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി തിക്തം. 98-ാമത്തെ ചോദ്യം. വാതശമന ഗുണമുള്ള രസം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി അമ്ലം. 99-ാമത്തെ ചോദ്യം. അഷ്ടാംഗ ഹൃദയാനുസാരേണ കലകൾ എത്ര വിധം? ശരിയായ ഉത്തരം ഓപ്ഷൻ എ 7. 100-ാമത്തെ ചോദ്യം. സുശ്രുതൻ നാഡികളെ എത്രയായി തരംതിരിച്ചിട്ടുണ്ട്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി 8. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും PDF ആയി ലഭിക്കണമെങ്കിൽ studyforsure.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് വിലാസം https://ayurvedatherapist.kpsc/sample-questions. ഈ ലിങ്കിൽ പോയാൽ കൂടുതൽ ചോദ്യപേപ്പറുകളും ഉത്തരങ്ങളും ലഭിക്കുന്നതായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറും ആൻസറുമായി അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നന്ദി.